കൊല്ലം പുത്തൂരിൽ RSS പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ CPM പ്രവർത്തകരായ പ്രതികൾക്ക് തടവ് ശിക്ഷ. പുത്തൂർ ചെറുപൊയ്കയിൽ രഞ്ജിത്തിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് വിധി. കേസിൽ പുത്തൂർ കൈതക്കോട് സ്വദേശികളായ അജിത്ത്, ജിജോ മാത്യു, സിജോ മാത്യു, അനുരാഗ് സുരേഷ് എന്നിവരെയാണ് കൊട്ടാരക്കര കോടതി ശിക്ഷിച്ചത്. 8 വർഷം കഠിന തടവും ഓരോ ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. വിവരങ്ങളുമായി മനോജ് ചേർന്നു. മനോജ്, കേസിലെ മറ്റ് വിശദാംശങ്ങൾ. വിനോദ്, 2015 സെപ്റ്റംബർ 9 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. കുണ്ടേറയിലെ തന്നെ ഇരുചക്ര വാഹന ഷോറൂമിലെ ജീവനക്കാരനായിരുന്നു ഈ രഞ്ജിത്ത്. അതോടൊപ്പം തന്നെ ഈ കല്ലുമൂട് ശാഖ മുഖ്യ ശിക്ഷകനുമായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ ബൈക്ക് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞാണ് ഈ പ്രതികൾ രഞ്ജിത്തിനെ പുറത്തേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്നാണ് ആക്രമണം. മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ശരീരത്തിൽ 16-ലധികം വെട്ടുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗുരുതര പരിക്കുകളോടുകൂടി രഞ്ജിത്ത് ചികിത്സയിലായിരുന്നു. ഈ കേസിൽ പുത്തൂർ കൈതക്കോട് സ്വദേശികളായിട്ടുള്ള അജിത്ത്, അതോടൊപ്പം തന്നെ സഹോദരങ്ങളായിട്ടുള്ള ജിജോ മാത്യു, സിജോ മാത്യു, അനുരാഗ് സുരേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ CPM പ്രവർത്തകരും അതോടൊപ്പം തന്നെ അബ്കാരി കേസിൽ ഉൾപ്പെടെ പ്രതികളുമായിരുന്നു. ഈ ചാരായം വാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു പരാതി, അതായത് ഈ ഒരു വിവരം എക്സൈസിനെ രഞ്ജിത്ത് അറിയിച്ചു എന്നുള്ള ഒരു വിരോധം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 8 വർഷം കഠിന തടവും ഓരോ ലക്ഷം രൂപ പിഴയുമാണ് ഈ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. കേസിൽ 29 രേഖകളും അതോടൊപ്പം തന്നെ 22 സാക്ഷികളും 10 തൊണ്ടിമുതലുകളും ഹാജരാക്കിയിരുന്നു. ഈ ആക്രമണത്തിന് ഉപയോഗിച്ച വെട്ടുകത്തി, കൊടുവാൾ തുടങ്ങിയ മാരകായുധങ്ങളും ഈ പ്രതികൾ ആക്രമണത്തിന് പദ്ധതിയിട്ട മൊബൈൽ ഫോൺ അടക്കം ഈ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മാരകമായി പരിക്കേറ്റ രഞ്ജിത്ത് പിന്നീട് ശാരീരിക അസ്വസ്ഥത കൊണ്ടും അതോടൊപ്പം തന്നെ ഏറെക്കാലം ചികിത്സയിലായിരുന്നു. ഇപ്പോഴും നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതോടൊപ്പം തന്നെ ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ ഈ ആക്രമികളുടെ ഈ വെട്ടേറ്റ് അങ്ങനെ ജീവിതകാലം മുഴുവനും അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ് രഞ്ജിത്ത്. എന്തായാലും ഈ ഒരു വിധിയിൽ അദ്ദേഹവും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളോട് പങ്കുവച്ചിരുന്നു. അദ്ദേഹം RSSന്റെ സജീവ പ്രവർത്തകനായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഈ ക്രിമിനലുകൾ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്.